നമുക്ക് ദീപക് തർമ്മത്തിലേക്ക് ഒന്ന് പോകാം. ദീപക്, ഗുഡ് മോർണിംഗ്. ഇപ്പം എൽ ഡി എഫിൻ്റെ സാധ്യതകൾ നമ്മോട് പറയാൻ ദീപക് റെഡിയാണ്. മാത്രമല്ല PM മുഹമ്മദ് റിയാസ് കൂടി ദീപകിന് ഒപ്പം ചേരുന്നുണ്ട്. പറയൂ ദീപക്, നമ്മുടെ മുഹമ്മദ് റിയാസിന് ഒരു സുപ്രഭാതം പറഞ്ഞേക്കൂ. താങ്ക് യു എസ് കെ എൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ എക്സിറ്റ് പോൾ ഫലങ്ങളൊന്നും തന്നെ ഇടത് ക്യാമ്പിനെ വലിയ തോതിൽ കുലുക്കിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഞാൻ ഈ എക്സിറ്റ് പോൾ റിപ്പോർട്ട് വന്നതിന് ശേഷം CPIM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളുമായി സംസാരിച്ചിരുന്നു. അവരെല്ലാം തന്നെ ആത്മവിശ്വാസത്തിൽ, നേരത്തെ ഉണ്ടായിരുന്ന ആത്മവിശ്വാസത്തിൽ തെല്ലും കുറയാതെയാണുള്ളത്. കാരണം ബൂത്ത് സെക്രട്ടറിമാർ തലത്തിൽ CPIM-ന് വന്നൊരു കണക്കുണ്ട്. ആ കണക്ക് ഏറ്റവും കുറഞ്ഞ വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള കണക്കാണ്. അതായത് സംശയലേശം ഇല്ലാത്ത വോട്ടുകൾ മാത്രമാണ് ഇടതുമുന്നണിക്ക് പോൾ ചെയ്തതായി കണക്കാക്കിയത്. ആ കണക്ക് പ്രകാരം വളരെ കൃത്യമായി ഒരു നേറോ മെജോറിറ്റിയോടുകൂടി, അതായത് 77 സീറ്റ് വരെ പോകുന്ന രീതിയിൽ ഇടതു ഭരണ തുടർച്ച ഉണ്ടാകുമെന്നത് തന്നെയാണ് കണക്ക്. ആ കണക്കിൽ ഏതെങ്കിലും കുറവോ ഇടിവോ ഈ എക്സിറ്റ് പോളിലൂടെ ഉണ്ടാകില്ല എന്നുള്ളതാണ് ഇടത് ക്യാമ്പിൻ്റെ വിലയിരുത്തൽ. ഏതായാലും പാർട്ടി സെക്രട്ടേറിയറ്റ് അംഗവും മന്ത്രിയുമായ മുഹമ്മദ് റിയാസ്, ഈ തെരഞ്ഞെടുപ്പിലെ സ്റ്റാർ ക്യാമ്പയിനർമാരിൽ ഒരാളാണ്. മുഹമ്മദ് റിയാസ് നമ്മളോടൊപ്പം ചേരുകയാണ്. സ്വാഗതം മിനിസ്റ്റർ. മോർണിംഗ്. ഈ SKN പ്രത്യേകം ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുണ്ട്. ഈ എക്സിറ്റ് പോൾ കഴിഞ്ഞിട്ട് ഇങ്ങനെ ചിരിച്ച് നടക്കുകയാണ്, അതാണ് ഒരു പ്രത്യേകത. എക്സിറ്റ് പോൾ ഫലത്തിൽ നിങ്ങൾ കമ്പയെ പരാജയമാണ്, എങ്ങനെയാണ് അതിനെ കാണുന്നത്? 2021 എക്സിറ്റ് പോളിൽ പരാജയപ്പെട്ട ഒരാളാണ്. 2021 നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ശ്രീ ദീപക് ഓർക്കുന്നുണ്ടാവും. എക്സിറ്റ് പോളൊന്നും നമ്മളിപ്പോൾ നോക്കുന്നില്ല. ഞാൻ അതിൻ്റെ ഭാഗമായി ഇവിടെ അഭിപ്രായം പറയാൻ വന്നതുമല്ല. ഇപ്പോൾ മെയ് 4-ാം തീയതി പെട്ടിയിൽ വോട്ടുള്ളത് തുറക്കും, അപ്പോൾ നമുക്ക് കാണാം. പൊതുവെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ സാഹചര്യമാണുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് വീണ്ടും അധികാരത്തിൽ വരും. നല്ല വിജയം പൊതുവെ ഉണ്ടാകും. ഇപ്പോൾ നിങ്ങൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ നിങ്ങൾ പറഞ്ഞത് മൈനോറിറ്റി കൺസോൾട്ടേഷൻ. അപ്പോൾ ഈ മൈനോറിറ്റി കൺസോൾട്ടേഷൻ ഉണ്ടായിട്ടുണ്ട്, അത് ഇടതു മുന്നണിക്കെതിരാണ് എന്നാണ് പൊതുവിലുള്ള ചർച്ച. വലിയ തോതിലുള്ള കൺസോൾട്ടേഷൻ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് അതിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു നറേറ്റീവ് ഉണ്ട്, BJP ഭരണം വരും, പിണറായി തുടർന്നാൽ എന്നുള്ളത്. അത് CPM കേന്ദ്രങ്ങളിൽ പോലും, ധർമ്മടത്ത് പോലും അത്തരത്തിലുള്ള ഡോർ ടു ഡോർ ക്യാമ്പയിൻ നടന്നിട്ടുണ്ട്. അത് എഫക്റ്റ് ചെയ്യില്ലേ? അപ്പം കേരളത്തിൽ മൈനോറിറ്റി മെജോറിറ്റി ആയിട്ടുള്ള അപൂർവ മണ്ഡലങ്ങളാണ്. ഒരു 13-14 മണ്ഡലങ്ങളാണുള്ളത്. മുസ്ലിം കമ്മ്യൂണിറ്റി 50%. അതിലൊരു മണ്ഡലത്തിൻ്റെ സ്ഥാനാർത്ഥിയാണ് ഞാൻ. ബേപ്പൂർ ഒരു മണ്ഡലത്തിൻ്റെ സ്ഥാനാർത്ഥിയാണ് ഞാൻ. അടിവരയിട്ട് പറയുന്നു, 2021 സർവകാല റെക്കോർഡ് വോട്ട് 82,000 കിട്ടി. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച അന്ന് പറഞ്ഞ കാര്യമാണ്. ആ 82,000-ത്തേക്കാൾ കൂടുതൽ വോട്ട്, സർവകാല റെക്കോർഡ് വോട്ട് വാങ്ങി ബേപ്പൂർ മണ്ഡലത്തിൽ ജയിക്കും. അതിലൊരു അതിൻ്റെ അർത്ഥം ഈ ന്യൂനപക്ഷ മുസ്ലിം കൺസൾട്ടേഷൻ, അങ്ങനെ തന്നെ പറയാമല്ലോ, ന്യൂനപക്ഷം ഒന്നും പറയണ്ട, മുസ്ലിം കൺസൾട്ടേഷൻ നടന്നിട്ടില്ല കേരളത്തിൽ. അല്ല, അങ്ങനെ നമുക്ക് വോട്ട് എണ്ണിക്കെഴുതി കാണേണ്ട കാര്യങ്ങളല്ല. ഞാൻ പറഞ്ഞല്ലോ, അതിനുള്ള ശ്രമം നടന്നിട്ടില്ലേ? അല്ല, പൊതുവേ മതനിരപേക്ഷ നിലപാട് ശക്തമായി എടുക്കുന്നത് ഇടതുപക്ഷമാണ്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തോടൊപ്പമാണ് മതനിരപേക്ഷ മനസ്സുകളാകെ. അത് മതവർഗീയതക്കെതിരെ ശക്തമായ നിലപാടെടുക്കേണ്ട എല്ലാവരും നിലകൊണ്ടിട്ടുള്ളത്. ഈ മലബാറിൽ നിന്നും UDF, പ്രത്യേകിച്ച് കോൺഗ്രസ് വലിയ രീതിയിൽ സീറ്റ് വാരും. കോഴിക്കോട് ജില്ലയിൽ 9 മുതൽ 11 വരെ സീറ്റ് എന്നൊക്കെയാണ് പറയുന്നത്. ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? അതൊക്കെ നമ്മൾ 4-ാം തീയതി കാണേണ്ട കാര്യമാണ്. ഒരു എക്സിറ്റ് പോളിൻ്റെ ഭാഗമായി അഭിപ്രായം പറയേണ്ടതല്ല. പക്ഷെ ഒന്നെനിക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി പറ്റും, ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലെയാകുന്നൊക്കെ നേരത്തെ നിങ്ങൾ വ്യക്തിപരമായ സംഭാഷണത്തിൽ പറഞ്ഞു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19,000 വോട്ട് പിറകിലായിരുന്നു ബേപ്പൂർ മണ്ഡലം. 19,000 വോട്ട്. അതിന് മുമ്പത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2019 10,000 വോട്ട് പിറകിലായിരുന്നു. കേരളത്തിൽ മുസ്ലിം ജനവിഭാഗം 50% മുകളിൽ വോട്ടർമാരുള്ള മണ്ഡലമാണ് ബേപ്പൂർ മണ്ഡലം. അവിടെ 2021 LDF ലഭിച്ച സർവകാല റെക്കോർഡ് വോട്ട് മറികടക്കുന്ന ഇലക്ഷൻ വോട്ടെണ്ണുന്ന 3 ദിവസം മുന്നേ ഉറപ്പിച്ച് പറയാണ്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഊഹിച്ചാൽ പോരെ. ഇങ്ങനെ ഒരു നിങ്ങൾ പറഞ്ഞ ഒരു ധ്രുവീകരണം ഉണ്ടെങ്കിൽ അത് ഒരു മണ്ഡലത്തിന് മാത്രം സാധിക്കാതെ ബാക്കി എല്ലായിടത്തും അടിച്ചു. അപ്പോൾ അതിൻ്റെ അർത്ഥം അത്തരം ധ്രുവീകരണ ശ്രമങ്ങൾ ഫലം കണ്ടിട്ടില്ല. എല്ലാ ഇടതുപക്ഷത്തിന് അനുകൂലമാണ്. എല്ലാ ജനവിഭാഗങ്ങളും ഇടതുപക്ഷത്തിന് അനുകൂലമാണ്. മറ്റൊന്ന്, കേരളത്തിൽ നമ്മൾ തെക്കൻ കേരളം ഉൾപ്പെടെ നോക്കുമ്പോൾ പാൻ കേരളത്തിൽ ഒരു ഭരണ തുടർച്ചയുടെ സാധ്യത ഇപ്പോഴും ഉറപ്പിക്കുകയാണ്. എന്താ അതിൽ നമ്മൾ സംശയിക്കേണ്ട ഒരു പ്രശ്നം വരുന്നില്ലല്ലോ. ഇടതുപക്ഷത്തിന് അനുകൂലമാണ്. കേരളത്തിൽ 53% സ്ത്രീകളാണ് വോട്ട് ചെയ്തത്. അതായത് പുരുഷന്മാരെക്കാൾ 6% അധികമാണ്. ഇന്ത്യയിൽ ഈ സമീപകാല തെരഞ്ഞെടുപ്പുകൾ എടുത്താൽ സ്ത്രീ വോട്ടർമാരുടെ റേഷ്യോ പുരുഷന്മാരെക്കാൾ കൂടിയെടുത്തൊക്കെ തന്നെ ഗവൺമെൻറ്റാണ്, ഗവൺമെൻറ്റിന് അനുകൂലമാണ്. പൊതുവെ വെൽഫെയർ സ്കീമിനും ഡെവലപ്മെൻറ്റിനും സ്ത്രീകൾ ഗവൺമെൻറ്റിനെ പിന്തുണക്കുന്നു. കേരളത്തിൽ അത് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഈ UDF ഭരിക്കുന്ന കാലം പെൻഷൻ കുടിശ്ശികയുള്ള കാലമായിരുന്നു.
ഒരു കുടിശ്ശികയില്ലാതെ നൽകി. സ്ത്രീ സുരക്ഷാ പെൻഷൻ വരുന്നു. കുട്ടികളെ സ്കൂളിൽ കൊണ്ടാക്കുന്ന ഉമ്മമാർ കാണുകയാണ് ഹൈടെക് ക്ലാസ് മുറി. നേരത്തെ ചോർന്നൊരിഞ്ഞ സർക്കാർ സ്കൂളായിരുന്നു. നല്ല റോഡുകൾ കാണുകയാണ്. അപ്പോൾ വെൽഫെയർ സ്കീം, ജനക്ഷേമ പ്രവർത്തനവും അതുപോലെ തന്നെ വികസനവും ഏറ്റവും അധികം മാർക്ക് ഇടുക കേരളത്തിലെ സ്ത്രീകളാണ്. പക്ഷേ ഇവർ UDFന്റെ പ്രധാനപ്പെട്ട നറേറ്റീവ് ഇപ്പം ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ആ ഒരു സ്വിങ് ആണ് ഉണ്ടായിരിക്കുന്നത്. ഒരു തരംഗം തന്നെയായിരുന്നു അത്. നമുക്ക് 4-ാം തീയതി കാണാമല്ലോ. ഞങ്ങൾ ആദ്യം പറഞ്ഞു കൊടുത്ത് ഉറച്ചു വയ്ക്കുകയാണ്. ഇപ്പോൾ ഇന്നലെ വിവിധ എക്സിറ്റ് പോളുകൾ വന്നതിൻ്റെ ഭാഗമായി ഉള്ള അഭിപ്രായമല്ല. എക്സിറ്റ് പോളിൻ്റെ മുകളിലൊരു അഭിപ്രായം പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം പറയാം, എക്സിറ്റ് പോൾ ഫലം പരാജയപ്പെടുത്തിയ ഒരാളാണ് ഞാൻ വ്യക്തിപരമായി. അത് ചെറിയ ശതമാനമല്ല, വലിയൊരു ശതമാനം വോട്ടിന് പരാജയപ്പെടുത്തി. എന്നാൽ അവിടെ വോട്ടെണ്ണിയപ്പോൾ സർവ്വകാല റെക്കോർഡ്, ബേപ്പൂരിൽ ഏതെങ്കിലും ഒരു മുന്നണിക്ക് കിട്ടിയ സർവ്വകാല റെക്കോർഡ് വോട്ടാണ് LDFന് കിട്ടിയത്. അങ്ങനെയാണ് വിജയിച്ചത്. അപ്പോൾ അതെങ്ങനെയാണ് എക്സിറ്റ് പോൾ ശരിയാവുക? അപ്പോൾ ആ പാറ്റേൺ കേരളത്തിൽ ഉണ്ടാവുമെന്നാണ്. അല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിരിക്കും സാഹചര്യം. ഓക്കെ, താങ്ക് യു. SKN മുഹമ്മദ് റിയാസ് വളരെ ചിരിച്ചുകൊണ്ട് കോൺഫിഡൻസിൽ പറയുകയാണ്, ഈ എക്സിറ്റ് പോളുകളൊന്നും കാര്യമാക്കേണ്ട, അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യുന്നില്ല. ഇടത് ഭരണ തുടർച്ച ഉണ്ടാകും, ഇടതിന് അനുകൂലമാണ് ജനവികാരം എന്നാണ് മുഹമ്മദ് റിയാസ് പറയുന്നത്. SKN. ഓക്കെ, താങ്ക് യു ദീപക് തരമണം. താങ്ക് യു PM മുഹമ്മദ് റിയാസ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.